വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതിലുപരി എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. കാരണം ലൈഫിൽ നമ്മൾ പൈസയും വേണം, കാര്യങ്ങളൊക്കെ വേണം, എന്നിരുന്നാലും സമാധാനവും സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു ഫോണിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫോൺ ഏതാണെന്ന് മനസ്സിലായ? ഇതാണ് നമ്മുടെ ഓപ്പോൻ്റെ ഫൈൻഡ് X9s എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പോൻ്റെ ഏറ്റവും പുതിയ മോഡൽ. ആക്ച്വലി ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയായിരുന്നു, എന്തിനാണ് ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു ഫോൺ ഇറക്കിയത്. ആക്ച്വലി ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്തതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഫോണ് നേരത്തെ കിട്ടിയെന്നുള്ളൂ. സോ ഈ ഒരു ഫോണ് ഇറങ്ങുന്ന സമയത്ത് ഇത് ബുക്ക് ചെയ്യാനും ഇതുപോലുള്ള ഒരുപാട് അടിപൊളി പ്രോ ലെവൽ ഫോണുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ഇഷ്ടം പോലെ ഷോറൂമുകളുടെ ഒരു ബെസ്റ്റ് ടീമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ഞാൻ ഡൗട്ട് അടിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അൾട്രാ ലെവൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോൻ്റെ ഫൈൻഡ് X9 അൾട്ര ഉണ്ട്. ഇനി ഒരു പ്രോ ലെവൽ ഫോൺ വേണമെങ്കിൽ ഓപ്പോൻ്റെ ഫൈൻഡ് X9 പ്രോ ഉണ്ട്. ഇനി അതും വേണ്ട, ഒരു നോർമൽ എന്നാൽ അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ഫോൺ വേണമെങ്കിൽ ഓപ്പോൻ്റെ ഫൈൻഡ് X9 ഉണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രസക്തി എന്താണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി നമ്മുടെ വിവോ X300 ഇറക്കി. എന്നാൽ X300 FE എന്ന് പറയുന്ന ഫാഷൻ എഡിഷൻ അല്ലെങ്കിൽ ഫാൻ എഡിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോണ് ഇറങ്ങിയ സമയത്ത് X300-നേക്കാൾ പ്രൈസ് കുറഞ്ഞിറങ്ങണേക്കാൾ പകരം X300-നേക്കാൾ പ്രൈസ് കൂട്ടിയിട്ടാണ് അവന്മാർ ഇറക്കിയത്. ഞാനൊക്കെ വിചാരിച്ചൊരു 70,000 രൂപയ്ക്ക് വരുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഒരു 80,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോൺ ഇറക്കിയിട്ട് എന്താണ് അതിൻ്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അതിലാണെങ്കിൽ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്. മറ്റേ വിവോ X300 എടുക്കുകയാണെങ്കിൽ റെഡി ക്യാഷ് നിങ്ങൾ എടുക്കാൻ പോകുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 70-75 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഫോൺ കിട്ടും. അതിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ 50 മെഗാപിക്സൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഓൾറെഡി നിലവിൽ നല്ലൊരു ഫോൺ ഉള്ളപ്പോൾ അതിൻ്റെ താഴെയുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വില കൂട്ടി ഇറക്കണത് ആ ഒരു സൈക്കോളജി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഈ ഒരു ഫോണിൻ്റെ കേസും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഫോണിൻ്റെ പ്രൈസ് X9-നേക്കാൾ കൂടുമോ X9-നേക്കാൾ കുറയുമോ എന്നറിയില്ല. കാരണം ആ ഒരു സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ X9-ൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് ഈ ഒരു ഫോൺ. ഇതിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിലും മറ്റ് ചില ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിലും ഈ X9 എന്ന് പറയുന്ന ഫോണിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ബട്ട് ചിലപ്പോൾ X9-നേക്കാൾ പ്രൈസ് കൂടിയിട്ടും ഈ ഒരു ഫോൺ വരാം. ബിക്കോസ് ഇത് 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ഫോൺ ആയതുകൊണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് എന്താണ് ഓപ്പോനെ പറ്റി മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് എന്നാൽ X9 പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് ആ ഒരു പ്രൈസിൽ തന്നെ വിൽക്കാനാണ് ഓപ്പോയുടെ പ്ലാൻ എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അതായത് X9 ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് X9s എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കൊടുക്കും. ചില ചെറിയ ചെറിയ ഫീച്ചേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രൈസ് അതിനേക്കാൾ കുറച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ അതേ ഒരു പ്രൈസിൽ കൊടുക്കാനാണ് സാധ്യത. എന്തായാലും ഇതിൻ്റെ റിയൽ പ്രൈസ് വന്നാൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. ഇനി ഗൈസ്, ഇതാണ് നമ്മുടെ ഓപ്പോ ഫൈൻഡ് X9sൻ്റെ ബോക്സ് വരുന്നത്. സോ ബോക്സ് നമ്മൾ സാധാരണ ഓപ്പോക്കാർ ഇങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. ലോ ബഡ്ജറ്റ് ആണെങ്കിലും നല്ല ബഡ്ജറ്റ് ആണെങ്കിലും ഈ ഒരു സെയിം ബോക്സ് തന്നെയാണ് കൊടുക്കുള്ളൂ. ഒന്നും ഓപ്പോനെ ആ ബോക്സിൻ്റെ ഒക്കെ ഭംഗി കൂട്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും കുഴപ്പമില്ല. ബോക്സ് ഇതുപോലെ ആണെങ്കിലും നമുക്ക് ചാർജർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി ബുക്കും പേപ്പറും ഇജക്റ്റിംഗ് പിന്നും കാര്യങ്ങളൊക്കെ സിം ഇജക്റ്റിംഗ് പിന്നൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി സിലിക്കൺ കേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ഷോപ്പിലൊക്കെ 150 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു റബ്ബറി സംഭവമല്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിലിക്കൺ കേസാണ്. അത് നമ്മുടെ കളറിന് മാച്ചിങ് ആയിട്ടുള്ള പോലെയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രേ കളർ ഫോണാണ് അല്ലെങ്കിൽ വൈറ്റ് കളർ ഫോണാണ് ഇതിൻ്റെ മറ്റ് കളർ ഓപ്ഷൻസ് ആണ്. അതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കേസുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് എന്തായാലും ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഓറഞ്ച് കളറിലുള്ള ഒരു കേസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഓറഞ്ച് കളറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓറഞ്ച് ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഇത് വളരെ ലൈറ്റ് കളർ പോലെയുള്ള ഒരു ഓറഞ്ച് ആയിട്ടാണ്. നല്ലൊരു പ്രീമിയം ഓറഞ്ച് ഫീലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ലൈറ്റ് കളർ ഓറഞ്ചാണ്. ഇവിടെ താഴോട്ടേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി ആ ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് വരുന്നുണ്ട്. ആ ഒരു കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ചാണ് താഴ്ഭാഗത്തേക്ക് വന്നത്. അങ്ങനെ ഒരു ഗ്രേഡിയൻറ്റ് പോലത്തെ ഒരു ഓറഞ്ച് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ഫ്രെയിമൊക്കെ കുറച്ചുകൂടി നല്ലൊരു ലൈറ്റ് കളർ ഓറഞ്ചാണ്. നമ്മുടെ 17 പ്രോൻ്റെ പോലത്തെ ആ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന പോലത്തെ ഒരു ഓറഞ്ച് അല്ല, വളരെ പ്രീമിയം ഫിനിഷുള്ള ഒരു ഓറഞ്ചാണ്. കളർ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് ആൾക്കാർ ശ്രദ്ധിക്കും. ബാക്കി 2 വൈറ്റും ഗ്രേ ഒക്കെ നമ്മൾ ഓൾറെഡി കാണാറുള്ളതാണ്. എന്നാൽ ഈ ഒരു കളർ വെറൈറ്റി ആണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ കളറിൻ്റെ കേസ് അടിപൊളിയാണ്. ഇനി ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഫൈൻഡ് X9 അല്ലെങ്കിൽ ഫൈൻഡ് X9 അൾട്രോട് വളരെ സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. അൾട്ര അല്ല, പ്രോനോട് അത് കൺഫ്യൂഷനായി. സോ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 2 മെഗാപിക്സലിൻ്റെ ഒരു ട്രൂ ടോൺ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് X9 വന്നിരുന്നു. എന്നാൽ ആ ഒരു പരിപാടി ഇതിലില്ല. ബാക്കിയെല്ലാ ക്യാമറ പരിപാടികളും ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം വഴിയെ പറയാം. പിന്നെ ഈ ഒരു ക്യാമറ പമ്പിൻ്റെ അവിടെയൊക്കെ ആ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഓറഞ്ച് കളർ ഫിനിഷിലൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു ലെയർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല പക്ക പ്രീമിയാണ്. അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. ഗ്ലാസ് ബാക്ക് അല്ലാന്ന് തോന്നുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അതിനെ ഒരു കറക്റ്റായിട്ട് ഡീറ്റെയിൽ അറിയില്ല.
സോ ഓൾമോസ്റ്റ് നമുക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീലിനാണ് കിട്ടുന്നത്. IP69 68 ഒക്കെ റേറ്റിംഗ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഇനി ഈ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ 3 ക്യാമറാസാണ് വരുന്നത്. 3 ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അതായത് 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 50 മെഗാ പിക്സൽ 24 ഫോക്കൽ ലെങ്ത് ഉള്ള ക്യാമറയാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് അൾട്രാ വൈഡ് 50 mm ഫോക്കൽ ലെങ്ത് ഉള്ളതും, തേർഡ് ക്യാമറ നോക്കുമ്പോൾ 73 mm ഫോക്കൽ ലെങ്ത് ഉള്ളതായിട്ടുള്ള തേർഡ് ക്യാമറയാണ് വരുന്നത്. സോ ഈ ക്യാമറ സെറ്റപ്പ് നോക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ ഫൈൻഡ് X9 വന്നിരിക്കുന്ന ആ ഒരു സെയിം ക്യാമറയാണ് വന്നിരിക്കുന്നത്. ബട്ട് സെൻസർ സൈസിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ട്രൂ ടോൺ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മുടെ X9 ഉണ്ടായിരുന്നു. അതായത് ലൈറ്റ് സെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലെ കളർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ ആയിരുന്നു 2 മെഗാ പിക്സലിൻ്റെ ഒരു ട്രൂ ടോൺ ക്യാമറ എന്നോ അതായത് ട്രൂ കളർ ക്യാമറ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സംഭവം ഇവിടെ കാണുന്നില്ല. അത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ X9 കാണാം ഈ ഒരു അൾട്രാവൈഡോ ഈ ഒരു ക്യാമറയുടെ താഴെയായിട്ട് ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സംഭവം ഇതിൽ മിസ്സിംഗ് ആണ്. പകരം അവിടെ നമുക്ക് നമ്മുടെ ഹാസൽ ബാഡിൻ്റെ H എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് റിയർ സൈഡിലെ ക്യാമറയിൽ ഒരു വ്യത്യാസമായിട്ട് തോന്നിയത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ 32 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. അത് നമ്മുടെ ഫൈൻഡ് X9 ഉണ്ടായിരുന്ന പോലത്തെ ആ ഒരു സെയിം ക്യാമറ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി നോക്കുമ്പോൾ നമുക്ക് 4K 60 FPS ഫ്രണ്ടിലും ബാക്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് മാക്സിമം റെസൊല്യൂഷനിലും മാക്സിമം ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് കിട്ടുന്നുണ്ട്. ഈവൻ നമ്മുടെ വൈഡ് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് പോലും അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോണിലെ 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോഗ്രാഫ്സ് തരുന്നുണ്ട്. ഇനി 3x ടെലിഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള പോർട്രേറ്റ് മോഡിൽ ഇത്തരത്തിലുള്ള അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാമറ സെൻട്രിക് ഫോണാണെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഫോണുകൾ പോലെ തന്നെ AI പ്രോസസിംഗ് ഉണ്ട്. എന്നാൽ ചില ഫോട്ടോസിൽ ഇതുപോലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അപ്ഡേറ്റിലൂടെ ശരിയാവും. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ പോർട്രേറ്റ് വീഡിയോ ക്വാളിറ്റി. നമുക്ക് F വാല്യൂ 1.4 വരെ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഫോണിൽ കാണുമ്പോൾ നല്ല രസമാണ് വീഡിയോ. ഇതേ വീഡിയോ മറ്റ് ഫോണുകളിലേക്ക് മാറുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാം. പക്ഷേ ഈ ഫോണിൽ നല്ല ലുക്കാണ് കാണാനായിട്ട്, ഒന്നും പറയാനില്ല. അടിപൊളി. ഐ തിങ്ക് ഐഫോണിനേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അൻപത് മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ റിയറിലെ വൈഡ് ക്യാമറയിൽ നമുക്ക് 4K 60 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പോർട്രേറ്റ് ഫ്രണ്ട് വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ പോർട്രേറ്റ് മോഡാണ്. കാരണം അത്രയും പക്കയായിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഈവൻ ഐഫോണിലാണെങ്കിൽ പോലും എഡ്ജ് ഡിറ്റക്ഷനിൽ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. കണ്ട ഈ ഒരു കളർ കാര്യങ്ങളൊക്കെ നോക്ക്. എന്തായാലും ഈ ഒരു ഫോണിൽ അടിപൊളിയാണ്. മറ്റ് ഫോണുകൾ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും. ഇതിൻ്റെ സെൽഫി ക്യാമറ സൂപ്പറാണ്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സൂപ്പറാണ്. അതുപോലെ തന്നെ റിയർ ക്യാമറയിലെ മെയിൻ സെൻസറും സൂപ്പറാണ്, ടെലിഫോട്ടോ സൂപ്പറാണ്, അതുപോലെ തന്നെ അതിൽ വീഡിയോ എടുക്കാനും സൂപ്പറാണ്. എന്തിനു പറയുന്നു, ഇതിൻ്റെ വൈഡ് ക്യാമറ വരെ 50 മെഗാ പിക്സലുണ്ട്. നല്ല അടിപൊളി വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ്. സോ ഓവറോൾ ക്യാമറയ്ക്കൊക്കെ ഞാൻ 10 out of 10 കൊടുക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പക്ഷേ ഐഫോണിലെ വീഡിയോ ക്വാളിറ്റി നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാം, നമ്മുടെ ഓപ്പോൻ്റെ ഫൈൻഡ് X9s. പിന്നെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു തോന്നുന്നു മെയിൻ വീഡിയോയിൽ, നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ചില ഫോട്ടോസിൽ അതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോഴേക്കും ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ക്യാമറയുടെ സൂമിംഗ് കാപ്പബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് 120x സൂമിംഗ് കാപ്പബിലിറ്റി വരുന്നുണ്ട്. 120x AI സൂമാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് X9 നമുക്ക് 4K 120 FPS ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സംഭവം ഇതിലില്ല. 4K 120 FPS റോ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി വരെ നമ്മുടെ X9 ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഫീച്ചർ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് മാക്സിമം 4K 60 FPS കിട്ടുന്ന പോലെ തന്നെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പിന്നെ നമ്മുടെ നോർമൽ HDR ഡോൾബി വിഷൻ സപ്പോർട്ട്, അതുപോലെ തന്നെ വോയിസ് ഫോക്കസ്, നമ്മുടെ ഐഫോണിലുള്ള പോലെ തന്നെ സൗണ്ട് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാസൽബ്ലാഡിൻ്റെ എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ക്യാമറയുടെ ആ ഒരു റെസൊല്യൂഷൻ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു മിമിക്കിങ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു എക്സ്പാൻഡ് ക്യാമറ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിമിക്കിങ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ മോഡും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ആക്ഷൻ മോഡ് ബട്ട് അത്ര ഹൈലൈറ്റഡ് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, എന്നാലും നോർമൽ ഒരു എന്താ പറയുക ഹെവി ആയിട്ടുള്ള ഒരു ആക്ഷൻ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒരു നെയിം സേക്കിന് വേണ്ടി എടുക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതൊക്കെയാണ് ക്യാമറയിൽ പറയാനുള്ള അഡീഷണൽ ഫീച്ചേഴ്സ്. ഇനി എല്ലാവർക്കും ഡൗട്ട് വരാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ്. അതായത് ഈ ഒരു ഫോണിൽ നമുക്ക് വന്നിരിക്കുന്നത് ഡയമൻസിറ്റിയുടെ 9500S എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ്. എന്നാൽ നമ്മുടെ ഓപ്പോൻ്റെ 5X9 നമുക്ക് അല്ലെങ്കിൽ 5X9 പ്രോയിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നത് ഡയമൻസിറ്റിയുടെ 9500 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു 9500യും 9500S തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഒരുപാട് പേർക്ക് ഉണ്ടാവും. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് പിടിക്കുന്ന ഒരു ചിപ്സെറ്റിനാണ്. ബട്ട് പല ബെഞ്ച് മാർക്കുകളും പറയുന്നത് ഏകദേശം ഒരു 15% പെർഫോമൻസ് കുറവ് നമ്മുടെ 9500S-നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി പെർഫോമൻസ് വൈസ് നമ്മുടെ X9 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോണ് കുറച്ച് പുറകിലാണ് എന്ന് പറയേണ്ടി വരും. ബട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4K 120fps റെക്കോർഡില്ല, അല്ലെങ്കിൽ 4K 120fps റോ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി ഇതിലില്ല. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആക്കിയിട്ടുള്ളത് ഒരു പക്ഷേ ആ ഒരു പെർഫോമൻസിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ബട്ട് നമുക്ക് ഡെയിലി യൂസിലൊന്നും ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ NPU അതുപോലെ തന്നെ GPU ഒക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന LPDDR5X റാമിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ സ്പെക്കൊക്കെ മറ്റേ ഉപയോഗിച്ചിരിക്കുന്ന റാമിനേക്കാൾ കുറച്ച് കുറവാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. UFS 4.1 സപ്പോർട്ട് തന്നെയാണ് രണ്ട് സംഭവങ്ങളിൽ വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ബട്ട് AnTuTu സ്കോർ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്കോറുകളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് പെർഫോമൻസ് കുറവായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഫോണിലെ ചിപ്സെറ്റ്, അതായത് 9500S എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ് കുറച്ച് പെർഫോമൻസ് കുറവെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫോൺ ഒരു പക്ഷേ നമ്മുടെ നോർമൽ 5X9 എന്ന് പറയുന്ന ഫോണിൻ്റെ താഴെ വരാൻ പോകുന്ന ഒരു ഫോണാണ് എന്നുള്ളത്. ബട്ട് ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. ഒരു പക്ഷേ പ്രൈസിങ് കൊണ്ട് ചിലപ്പോൾ 5X9ൻ്റെ മേലെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഗെയിം കളിക്കുമ്പോഴും അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴൊന്നും അത്ര ഹെവി ആയിട്ട് ഹീറ്റ് ആവാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് എൻലാർജ്ഡ് ആയിട്ടുള്ള വേപ്പർ ചാമ്പർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് 3 നാനോമീറ്റർ സൈസിലുള്ള ചിപ്സെറ്റിനാണ് വന്നിട്ടുള്ളത്. 3 നാനോമീറ്ററാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ iOS ആപ്പിളിൻ്റെ iPhone 18 Pro വരുമ്പോൾ അതിൽ 2 നാനോമീറ്റർ വരുന്നതാണ് പറയുന്നത്. സോ അത് വരണ വരെ നമുക്ക് ഈ ഒരു 3 നാനോമീറ്ററിനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് 6.59 ഇഞ്ച് സൈസ് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഐ തിങ്ക് നമ്മുടെ X9 ഫ്ലെക്സിബിൾ AMOLED എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ആണോ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്നാൽ ഇതിൽ AMOLED ഡിസ്പ്ലേ ആണ്. അതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് X9-ലാണെങ്കിലും X9S-ലാണെങ്കിലും നമുക്ക് LTPO ഡിസ്പ്ലേ അവൈലബിൾ അല്ല. ആ കാര്യം മനസ്സിലാക്കുക. എന്തായാലും LTPO ഡിസ്പ്ലേ കൂടി ഉണ്ടായിരുന്നതാണ് കുറച്ചുകൂടി പവർ എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു സംഭവത്തിലില്ല. പിന്നെ നമുക്ക് 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 3840 ഹെഡ്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. സാധാരണ 2600 ഹെഡ്സിൻ്റെ ഒക്കെയാണ് വരാറുള്ളത്. എന്നാൽ ഇതിൽ കുറച്ച് ഹൈ ലെവലായിട്ടുള്ളൊരു ഐ പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. 3840 ഹെഡ്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. നൈറ്റ് ടൈമിലൊക്കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. നോർമൽ ബ്രൈറ്റ്നസ് 800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് HDR10+ൻ്റെ സപ്പോർട്ട് നമുക്ക് എവിടെയും കണ്ടില്ല. നമ്മുടെ X9 ആ ഒരു സംഭവം ഭയങ്കര എന്താ പറയുക എൻഹാൻസ് ചെയ്ത് കാണിച്ചിരുന്നതാണ്. എന്നാൽ ഇതിൽ അങ്ങനെ കാണിക്കുന്നില്ല. സോ ഇതൊക്കെയാണ് നമുക്ക് പറയുന്നത്. പിന്നെ നമുക്ക് 460 ppi ക്ലാരിറ്റി, പിക്ചർ ക്ലാരിറ്റി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനാണ് വരുന്നത്. സോ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ പ്രൈസ് എന്തായാലും നല്ല പ്രൈസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി ഡിസ്പ്ലേയുടെ കുറച്ചുകൂടി നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. അതർവൈസ് ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണെന്നൊന്നും പറയാനില്ല. നല്ലൊരു എക്സ്പീരിയൻസിനാണ് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് കിട്ടുന്നത്. ഫൈനലി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന ബാറ്ററി നമുക്ക് 7025 mAh തന്നെയാണ്. നമ്മുടെ ഓപ്പോ 5X9 വന്നിരിക്കുന്ന ആ ഒരു സെയിം ബാറ്ററി കപ്പാസിറ്റിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ സൂപ്പർ ഹൂക്ക് ചാർജിങ് ഉണ്ട്. വയർലെസ് ചാർജിങ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന് പുറമെ നമുക്ക് ഈ ഒരു ഫോണിൽ തോന്നിയിട്ടുള്ള ചില ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ നമുക്ക് 360 ഡിഗ്രി ആൻറ്റിന ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ചും പരിപാടികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. AI ലിങ്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള AI പരിപാടിയൊക്കെ വെച്ച് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 4K 60 fps വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം ബാറ്ററി കപ്പാസിറ്റി വെച്ച് നമുക്ക് ഏകദേശം 5 മണിക്കൂർ
51 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ പരിപാടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് കളഞ്ഞേക്കാം. നിങ്ങളൊരു സ്റ്റേജിലൊരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വല്ല സമ്മാനദാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്മേളനമോ അങ്ങനെ എന്തെങ്കിലും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ക്യാമറ ഒന്നും ഇല്ലാന്നിരിക്കുക, ഈ സംഭവം ക്യാമറ ഓൺ ആക്കി വയ്ക്കുക. ഒരു 5 മണിക്കൂർ നേരത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട. സ്റ്റോറേജ് വേണം കേട്ടോ. ചിലപ്പോൾ 5 മണിക്കൂർ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും സ്റ്റോറേജൊക്കെ ഫുള്ളാവും. സ്റ്റോറേജുള്ള വേരിയൻ്റ് എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ ബാറ്ററി വെച്ച് എടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുന്ന പറയണേ. പറ്റുവാണെങ്കിൽ വല്ല കൂളിംഗ് ഫാൻ അങ്ങനെ അതിൻ്റെ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് അതിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്വാളിറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന AI പരിപാടികൾ അല്ലെങ്കിൽ AIക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസും കാര്യങ്ങളൊക്കെ അതൊരു പബ്ലിക് ക്ലൗഡിലേക്കല്ല പോകണമെന്ന് പറയുന്നത്. അതൊരു AI പ്രൈവറ്റ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഡാറ്റ നമ്മുടെ സേഫ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും പ്രൈവസി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് ഒരു AI റിമൂവറൊക്കെ നോക്കുകയാണെങ്കിൽ പോലും എപ്പോഴും നെറ്റ് വേണം. സാംസങ്ങിൽ നെറ്റ് വേണ്ട, പക്ഷേ ഇതിൽ നെറ്റ് വേണം. അപ്പോൾ ഈ നെറ്റ് വേണമെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായിട്ട് അത് കണക്ഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു പബ്ലിക് അല്ല, അതൊരു പ്രൈവറ്റ് ആയിട്ട് ഓപ്പോൻ്റെ തന്നെ അല്ലെങ്കിൽ വിവോയുടെ തന്നെ അല്ലെങ്കിൽ അണ്ടർ BBKയുടെ ഉള്ള ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടിംഗ് ആണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവരൊരു ഫീച്ചറായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് മറ്റേ ക്വിക്ക് ഷെയർ പരിപാടികൾ നമ്മുടെ iOS അല്ലെങ്കിൽ ഐഫോണിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ PC കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഫോൺ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ AI പരിപാടികൾ ഒരുപാട് പരിപാടികളുണ്ട്. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് റെക്കോർഡ് ചെയ്തതിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു സംഭവമായിട്ട് തരും. അതുപോലെ തന്നെ നമ്മൾ വല്ല ഹോട്ടലിൽ പോയിട്ടൊരു മെനു നമ്മൾ വേറെ ലാംഗ്വേജിലെ മെനു ഒക്കെ ആണെങ്കിൽ അത് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതുപോലെ നമ്മുടെ ബില്ലുകളൊക്കെ മാനേജ് ചെയ്ത് തരും. പിന്നെ നമ്മുടെ മൈൻഡ് സ്പേസിൻ്റെ പരിപാടി ഓൾറെഡി അറിയാമല്ലോ. നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് പോലെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തുകൊണ്ട് ആ മൈൻഡ് സ്പേസിൽ പോയി സ്റ്റോർ ആവും. നമുക്ക് ഇന്ന ദിവസം തന്നെ പരിപാടി ഉണ്ട്. അതൊക്കെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതൊക്കെ ഉണ്ട്. പിന്നെ ഓപ്പോയുടെ AI എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് AI ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ColorOS 16 എന്ന് പറഞ്ഞിട്ടുള്ള OS ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു OS എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ മാതിരി ചൈനീസ് ബ്രാൻഡുകളോട് ഇങ്ങനെ ഉപയോഗിച്ച് പതുക്കെ അതിനോട് യൂസ്ഫുൾ ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ ColorOSൽ ഇപ്പോൾ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരി വാൾപേപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഫോൺ സ്റ്റൈലൊക്കെ ആണെങ്കിലും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാറില്ല. ഇപ്പോഴും ഫോണിൻ്റെ കുറച്ചൊരു മാറ്റം വരാറുണ്ട്. അപ്പോൾ ഈ ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ പോലത്തെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോൺ സ്റ്റൈൽ ഇപ്പോഴും അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അവരുടെ വാൾപേപ്പേഴ്സൊക്കെ അടിപൊളിയാണ്. ഫ്ലെക്സ് വാൾപേപ്പേഴ്സ് എന്ന് പറഞ്ഞ കുറേ വാൾപേപ്പേഴ്സൊക്കെ ഉണ്ട്. ഈ മൂവിങ്ങും പിന്നെ അതുപോലെ ഓരോന്നിൻ്റെ മുകളിൽ ഓവർലായിട്ട് നിൽക്കുന്ന വാൾപേപ്പേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു ഫോൺ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്ളോഗിങ് പർപ്പസിനൊക്കെ ഐഫോൺ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു ഓപ്പോൻ്റെ Find X9s എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഓപ്പോ ഈ ഒരു ഫോൺ ഇറക്കിയ സമയത്ത് തന്നെ ഓപ്പോൻ്റെ വാട്ടൺ X3 എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടറാണോ അങ്ങനെ ഒരു X3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ഇറക്കിയിട്ടുണ്ട്. അത് തന്നെ ഓപ്പോ എൻകോ ക്ലിപ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ ഇയർബഡ്. ഇപ്പോൾ ഓപ്പൺ ഇയർബഡിൻ്റെ ട്രെൻഡാണ്. നമ്മുടെ സാധാരണ ഇങ്ങനെ വെക്കുന്ന ഇയർബഡ് മാറി ഇപ്പോൾ ഇങ്ങനെ കമ്മൽ പോലെ കൊളത്തിയിരുന്ന ഓപ്പൺ ഇയർബഡിൻ്റെ ട്രെൻഡാണ്. അപ്പോൾ എൻകോ ക്ലിപ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇയർബഡും അവർ ലോഞ്ച് ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇനി ഈ ഒരു ഫോണിൻ്റെ നെഗറ്റീവ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് LTPO ഡിസ്പ്ലേ അവൈലബിൾ അല്ല. അതൊരു നല്ല ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ LTPO ഡിസ്പ്ലേ വേണമായിരുന്നു. USB 2.0 സപ്പോർട്ടുള്ള അത് കുറച്ചുകൂടി നല്ലതായിരിക്കണം. അതുതന്നെ ഫോട്ടോ പ്രോസസ്സിങ്ങിൽ ചില ഫോട്ടോസിൽ ഭയങ്കര എറർ വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് ഫോട്ടോസ് എടുക്കുമ്പോൾ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് പ്രോസസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറിയിട്ടായിരിക്കും നമ്മുടെ ഫേസ് നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് ഒരു ബെസ്റ്റ് ഷോട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലർ ആയി ഷെയ്ക്ക് ആയിട്ടുണ്ടാവും. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഫോട്ടോ ഇങ്ങനെ ഒരു പൊസിഷനിൽ മാറ്റം വന്നിട്ടായിരിക്കും ഫോട്ടോ കിട്ടുക. ബട്ട് ഇവർ ബ്ലർ അപ്ലൈ ചെയ്യണത് ആദ്യത്തെ പൊസിഷനിലെ ഫോട്ടോയിലേക്കാണ്. രണ്ടാമത്തെ ഇങ്ങനെ വന്നിട്ടുള്ള അവർ കറക്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയിലേക്കല്ല അവർ ബ്ലർ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു പ്രോസസ്സിങ് എറർ ആ ഫോണിലുണ്ട്. എന്തായാലും ഫോൺ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ യൂസ് ചെയ്തൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു അപ്ഡേറ്റ് വന്ന് അത് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് മാക്രോ ലെൻസ് നമ്മുടെ ടെലിഫോട്ടോ ലെൻസിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ സപ്പോസ് നമ്മളെ ക്ലോസർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മെയിൻ സെൻസറിൻ്റെ സൂം തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ ആക്ച്വൽ ടെലിഫോട്ടോ ഒരു മാക്രോ സെൻസർ പോലെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അതാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ അത് വല്ല അപ്ഡേറ്റിൽ മാറുമെന്ന് എനിക്കറിയില്ല. പിന്നെ 7A പ്രൊട്ടക്ഷൻ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു. അത് വളരെ മോശമായി കുറച്ച് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. വീഡിയോയിൽ നമുക്ക് 18x സൂമുള്ളൂ, 25x സൂമുള്ള ഫോണുകൾ ഇപ്പോൾ ധാരാളം അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് ഫോണിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഓവറോൾ ഈ ഒരു ഫോണ് നമ്മുടെ X9 എന്ന് പറഞ്ഞ ഫോണിൻ്റെ പ്രൈസ് കുറഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു കിഡിലൻ ഫോണായിരിക്കും. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഫോൺ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, അതൊക്കെ മാറുമായിരിക്കും. അത് മാറ്റാണ്ട് അവരെന്തായാലും കൊണ്ടു നടക്കില്ലല്ലോ, മാറുമായിരിക്കും. അത് എന്തായാലും മാറിയില്ലെങ്കിൽ പണിയാണ്. അപ്പോൾ അത്ര പറയാനുള്ളൂ. എന്തായാലും ഇതൊരു നല്ലൊരു ഫോണായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ചിനോ ടെക് വ്ളോഗ്സ്.